പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന തിരുവചനം പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4:13. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഉണ്ടോ? വചനം പറയാണ്, ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആനന്ദിക്കണം, ആഹ്ലാദിക്കണം. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കുമെന്ന്. അതായത് ക്രിസ്തുവിനെ പ്രതി സഹനം ഏറ്റെടുക്കാൻ നാം പരിശീലിക്കണം. സുഖജീവിതത്തിന്റെ തടവറകളിൽ നിന്ന് സഹന ജീവിതത്തിന്റെ രഹസ്യാത്മകതയിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിലയില്ലാത്ത ബലിയും ബലിയില്ലാത്ത പ്രാർത്ഥനയും എപ്പോഴും ഫലശൂന്യമാണ്. സഹനം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കളൊക്കെ അവർ സ്വയം യേശുവിനെ പ്രതി, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്തിരുന്നു. അവരുടെയൊക്കെ പുസ്തകങ്ങൾ, വിശുദ്ധരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, അവര് സഹനം കണ്ടെത്താൻ വേണ്ടി, അവര് സഹനത്തെ സ്നേഹിച്ചുകൊണ്ട് അരയിൽ മുള്ളരിഞ്ഞാണം ധരിക്കുക, ഉള്ളില് മുള്ളു വസ്ത്രങ്ങൾ ധരിക്കുക, കല്ലുകൾ നിറച്ച കുഷ്യനുകൾ ഉണ്ടാക്കിയിട്ട് ആ കല്ലുകളുടെ മേൽ മുട്ടുകുത്തി നിൽക്കുക. ഇങ്ങനെയെല്ലാം അവർക്ക് ആകുന്ന വിധത്തിൽ സഹനങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട്, സഹനത്തെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയെ പ്രതി ആ സഹനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതം നമുക്ക് വലിയ മാതൃകയാണ്. വചനം പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:18, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. അതായത് വെളിപ്പെടാൻ പോവുകയാണ് മഹത്വത്തിന്റെ വെളിപ്പെടുത്തല്. അത് ഏറ്റവും ആനന്ദകരമായി തീരുന്നത് സഹനത്തെ സ്നേഹിച്ച് സഹനത്തിന്റെ വഴികളിലൂടെ നടക്കുന്നവർക്കാണ് ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കാനായിട്ട് സാധിക്കുന്നെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 2-ാം ലേഖനത്തില് 4:17 പറയാണ്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. അതായത് എല്ലാ സഹനങ്ങളെയും നമ്മൾ സ്വീകരിക്കുമ്പോൾ, എല്ലാ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇത് വലിയ ദൈവ മഹത്വത്തിന്റെ ദർശനം നമുക്ക് നൽകുന്നുണ്ട്, അനുഭവം നമുക്ക് നൽകുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ അഭിഷേകവും കൃപയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ.